മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയൊക്കെ കഴിഞ്ഞ് മലക്കപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ റൂട്ടെന്ന് വെച്ചാൽ അടിപൊളി റൂട്ടാണ്. നമുക്ക് അടിപൊളി തേയിലത്തോട്ടങ്ങളും കാടിന് നടുവിലൂടെയൊക്കെയുള്ള അടിപൊളി ഒരു യാത്രയാണ്. വളരെ സാഹസികത നിറഞ്ഞ യാത്ര എന്ന് വേണം പറയാൻ. പക്ഷേ കാടിനെ സ്നേഹിക്കുന്നവരും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണ് ഈ ഒരു സ്ഥലം. ഇപ്പം കേരളത്തിലെ 7ാം സ്വർഗമായ വാൽപ്പാറയല്ല മലക്കപ്പാറ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വാൽപ്പാറയിലോട്ടുള്ള പോക്കാണ്. ആതിരപ്പള്ളിയിലുള്ള ഫോറസ്റ്റ് ഒക്കെ പിന്തിരിഞ്ഞ് നമ്മളത് മലക്കപ്പാറ എത്തിയിട്ടുണ്ട്. മലക്കപ്പാറയിലുള്ള അതിവിശാലമായ തേയിലത്തോട്ടമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. പോകുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ആനത്താര ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആനത്താര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആനത്താരകൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ നിൽക്കുന്നത് കണ്ടോ, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വിളിച്ചു വരുത്തരുത് എന്നും കൂടി പറയുന്നുണ്ട്. കാരണം നമ്മൾ അവിടുന്ന് കയറുമ്പോൾ തന്നെ ഫോറസ്റ്റുകാർ പറയുന്നുണ്ട് കാടിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു പരിപാടി ചെയ്യരുത് എന്ന്. പക്ഷേ നമ്മളെ നാട്ടുകാർ അത് എല്ലാം ഓപ്പോസിറ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അവസാനം നമുക്കിട്ട് പണിയും കിട്ടും. അവസാനം ഈ റൂട്ട് വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നവരെ അല്ലെങ്കിൽ അടുത്തൊരു അപകടം വരുന്നവരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു വലിയ തെറ്റ് തന്നെയാണ്. മാക്സിമം ഈ കാട് ആസ്വദിച്ച് പോവുക എന്നുള്ളതാണ്. കാരണം ഇതൊന്നാമതെ ഒരു ഇടുങ്ങിയ കാടാണ്. എന്തെങ്കിലും ഒരു ആനിമൽ അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏത് കാട്ടിൽ കയറിയാലും നമുക്ക് ആദ്യ ദർശനം തരുന്നത് കുരങ്ങന്മാർ തന്നെയാണ് കേട്ടോ. എന്തായാലും ഇവരുടെ കളിയും ചിരിയൊക്കെ കണ്ട് നമ്മളവിടെ കുറച്ച് നേരം നിന്ന്, അവർ കുറച്ച് കുട്ടി കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ട് നിൽക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും നമ്മൾ യാത്രയായി. മലക്കപ്പാറ തൊട്ട് അങ്ങോട്ട് നല്ല ഇടർത്തുന്ന തേയിലത്തോട്ടങ്ങൾ കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ. അവിടെ ഇറങ്ങി നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി ചാൻസുകളുണ്ട്. ഇപ്പോൾ പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റൂട്ടിൻ്റെ കാര്യം പറയാൻ മറന്നു കേട്ടോ. ഇപ്പോൾ ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആലിയാർ ഡാമിൽ നിന്ന് മലക്കപ്പാറ വന്നിട്ട് അവിടുന്ന് നേരെ ആതിരപ്പള്ളിക്ക് വരുന്ന റൂട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാട്ടിലൂടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഒരു ആന ഫാമിലീസ്, ഇതേ 2 അച്ഛനും ഒരു അമ്മയും ഒരു കുട്ടിയാനയുണ്ട്. അപ്പോൾ അവരിങ്ങനെ കുളിക്കുന്ന ഒരു സീൻ നമുക്ക് ഫോണിച്ച് ദൂരെയാണ്. അപ്പോൾ ഫോണിൽ ഇത്രയും നമുക്കത് ക്ലിയറായിട്ട് കിട്ടിയുള്ളൂ. നമുക്ക് കാണാനൊക്കെ നല്ല രസമായിരുന്നു, വലിയ നല്ലതായിരുന്നു. ഫോണിൽ അത്രയും ക്ലിയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും അടിപൊളി ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇതോടെ നമ്മളവിടുന്ന് തിരിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു സന്ധ്യ മയങ്ങി. അതായത് മലക്കപ്പാറയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫോറസ്റ്റ് ഓഫീസിൽ നിന്നുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുമ്പം 6 മണിക്ക് മുമ്പ് നമ്മൾ ആ ഒരു റിട്ടേൺ ടിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് വരാൻ കഴിയില്ല. കാറിന് 6 മണിയും ബൈക്കിന് 4 മണിയുമാണ് അവർ പറയുന്നത്. പിന്നെ അതുകൂടാതെ രാവിലെ 6 മണിക്കാണ് അങ്ങോട്ടുള്ള എൻട്രി കൊടുത്തേക്കുന്നത്. 6 മണിക്ക് ശേഷം മാത്രമേ അവർ അപ്പുറത്തോട്ട് വിടുകയുള്ളൂ. തിരിച്ച് ഉള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത്. 4 മണിക്ക് ബൈക്കിനും 6 മണിക്ക് കാറിനും ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം 6 മണിക്ക് തിരിച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ തന്നെ ഏകദേശം കാട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരു ഇരുട്ടുമയം വീണിരുന്നു. എന്തായാലും അടിപൊളി ഒരു അഡ്വഞ്ചറസ് യാത്രയായി തന്നെ നമുക്ക് ആ ഒരു യാത്ര എടുക്കണം. അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് രാത്രിയിൽ കാട്ടിൻ്റെ അകത്ത് മാത്രമായിട്ടുള്ള വീഡിയോ വിശദമായിട്ട് ഇടാമെന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ തന്നെ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ KSRTC ഒക്കെ വഴിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല നേരത്തെ. ഇപ്പം മലക്കപ്പാറയിൽ അങ്ങോട്ട് വിട്ടപ്പോൾ തന്നെ KSRTC ഒക്കെ അവിടെ വഴി കിടക്കുന്നുണ്ടായിരുന്നു ഉല്ലാസയാത്രയുടെ. അത്യാവശ്യം KSRTC ഒക്കെ പോയി കാട്ടിൻ്റെ അകത്തൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന റോഡിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചൊക്കെ മാറിയൊക്കെ തരും കേട്ടോ. എന്തായാലും നമ്മളുടെ ഈ പോക്കിൽ ഒരു അഡ്വഞ്ചറസ് ഫീലിംഗ് ഉണ്ട്. അത് മാത്രമല്ല മലക്കപ്പാറയല്ല വാൽപ്പാറയിലുള്ള വീഡിയോയും ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ വിശദമായിട്ട് ഇടുന്നുണ്ട്. അപ്പം ഈ ആതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ റൂട്ട് വരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ശരിക്കും ഒരു ഉപകാരപ്രദമായിരിക്കും. കാരണം ആ റോഡിൻ്റെ അടക്കമുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. റോഡിൻ്റെ അവസ്ഥ മുതൽ എങ്ങനെയൊക്കെ പോവാം എന്നുള്ള അവസ്ഥ ഇതുവരെ ഞാൻ ക്ലിയറായിട്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ആനിമൽസിനെയൊക്കെ കാണണമെന്ന്, അതായത് മെയിനായിട്ട് ആനയെ കാണണം എന്നുള്ളവർ നേരെ ആതിരപ്പള്ളി വഴി വരുമ്പം ആതിരപ്പള്ളി ഇപ്പം ഞാൻ തിരിച്ചങ്ങോട്ട് പോകുന്ന റൂട്ടിലെ കാര്യം പറയാം. ആതിരപ്പള്ളി വഴി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മലക്കപ്പാറ വഴി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും മറ്റേ സിൽവർ സ്ട്രോമിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റൂട്ടിൽ നേരെ കയറിയിട്ട് അതായത് ആ റോഡ് എൻഡ് ചെയ്യുന്നിടത്തു നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ, അതായത് ചാലക്കുടി പോകുന്ന റൂട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ടിൽ ഉറപ്പായിട്ടും ആന കാണും. മെയിനായിട്ട് വരുന്നത് ഏഴാറ്റുമുഖം കൊമ്പനാണ് അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്നാലും ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ ആനകൾ ഇറങ്ങുന്നത് ആ സൈഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ആനകളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടത് KSRTC ബസ്സൊക്കെ കറക്റ്റായിട്ട് ഒരുങ്ങി കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഫോണിലാണെങ്കിൽ ആ ഒരു സൂര്യപ്രകാശം കൊണ്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഏതായാലും ഈ സൂര്യപ്രകാശത്തിൽ താഴ്ന്ന് നിൽക്കുമ്പോൾ ആ ഒരു സീനറിയൊക്കെ കണ്ടു പോകാം. പിന്നെ ഇവിടെ കിട്ടുന്നൊരു സാധനമുണ്ട്, നല്ല ഫ്രഷ് മീൻ, ഡാമിൽ നിന്ന് എടുത്ത് അവർ വറുത്ത് തരുന്ന ഫിഷ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ അകത്ത് അതും കൂടി ഞാനൊന്ന് പറഞ്ഞതാണ്, കാരണം അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള സാധനമാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടെ വന്ന് മാഗിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഇതിനോടൊപ്പം തന്നെ പറയുകയാണ്. അവർ ഉണ്ടാക്കുന്നൊരു വൃത്തിയില്ല ആ ഒരു കാര്യത്തിൽ. പക്ഷേ ഈ മീൻ ഫിഷിൻ്റെ ഈ സ്ഥലത്ത് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് യാത്രകൾ തുടരാം. കാടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. എന്തായാലും സമയം കളയാനില്ല. ഈ കാടിൻ്റെ ഓരോ പുൽക്കണങ്ങൾക്കും നമ്മളോട് ഒത്തിരി കഥകൾ പറയാനുണ്ട്. അപ്പം ഈ കഥകൾക്ക് വേണ്ടിയിട്ട് നമുക്കും കാതോർത്ത് നിന്ന് മുന്നോട്ട് പോവാം. ഈ മലക്കപ്പാറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര, അതായത് മലക്കപ്പാറ തൊട്ട് വാൽപ്പാറ വരെയും അതേ മലക്കപ്പാറ തൊട്ട് ആതിരപ്പള്ളി വരെയും ഒത്തിരി ആസ്വദിക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ ഈ കുറച്ച് ഭാഗത്ത് മാത്രമാണ് വീടുകളും കാര്യങ്ങളും ഒക്കെ കാണപ്പെടുന്നത്. ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളെ കിട്ടുള്ളൂ. നമുക്ക് വലിയ വീടും സംഭവങ്ങളൊന്നും കിട്ടത്തില്ല. നമ്മൾ ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റിയൊരു സെറ്റപ്പല്ല ഒന്നത്. പിന്നെ ഈ ഒരു മലക്കപ്പാറയിൽ പണ്ട് ബ്രിട്ടീഷുകാർ ഓൾറെഡി തേയിലയൊക്കെ വെച്ച് പിടിപ്പിച്ച് വലിയ ഒരു സെറ്റപ്പിലേക്ക് ഉണ്ടാക്കാൻ ശ്രമം നടത്തിയത്. പക്ഷേ നമ്മുടെ കാട്ടിലെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ, മെയിനായിട്ട് ആനയുടെ പ്രശ്നം തന്നെ, അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ കൃഷി എടുക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയില്ല. അതോടുകൂടിയാണ് അവർ ഈ ഒരു സ്ഥലം വിട്ടുപോയി. ഇപ്പോഴും ഈ കിടക്കുന്ന ഏക്കർ കണക്കിന് തേയില കിടക്കുന്നിടത്ത് അതിൻ്റെതായ കൃഷിയോ കാര്യങ്ങളൊന്നും മെയിനായിട്ടുള്ള കൃഷി, അതായത് തേയില നുള്ളിയെടുക്കൽ, ആ പരിപാടി ഒന്നും നടക്കുന്നില്ല. കാരണം കാട്ടിൽ നിന്ന് എപ്പോഴാണോ പുലിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന മലക്കപ്പാറ. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ മലക്കപ്പാറയിൽ തേയില നുള്ളിക്കൊണ്ട് നിന്ന ഒരു അമ്മയുടെ കയ്യിൽ നിന്നും ഒരു കുഞ്ഞിനെ പുലി കടിച്ചെടുത്തുകൊണ്ട് പോയത്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഏറ്റവും കൂടിയ ഒരു ഭാഗം കൂടിയാണ് മലക്കപ്പാറ എന്ന് പറയുന്നത്. കാരണം കാടിനോട് അത്ര ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ നേരെ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് നമ്മൾ കാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പം ഇനിയുള്ള കാട്ടിലെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് രാത്രിയിൽ സംഭവിച്ച കുറേ കാര്യങ്ങളാണ്. അപ്പം അത് ഇപ്പോൾ ഇത്രയും വീഡിയോയുടെ ഇത്രയും ലെങ്ത് കൂടുതൽ ആവുന്ന ഒരു സംഭവം കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ അതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി നമ്മളിടുന്ന ആ വീഡിയോ ആദ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ ബൈ.